ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ടു ആസാം ജേർണിയിലുള്ള ഫസ്റ്റ് പാർട്ട്, അതായത് ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ 1 ഡേ ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാമെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഒരിടത്തും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് റൂമിൽ തന്നെയായിരുന്നു. ഫുഡും കഴിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇപ്പം മണി 6:30-7 മണിയാവാറായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ബാംഗ്ലൂർ വന്നിട്ട് ഏഷ്യൻ മാൾ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഏഷ്യൻ മാൾ കാണണം എന്ന ആഗ്രഹവുമായിട്ട് ഞാനിപ്പോൾ ഇറങ്ങാണ്. ഇതുവരെ ആ പരിസരത്തോട്ട് പോലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഏഷ്യൻ മാളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏഷ്യൻ മാള് നിങ്ങളിലും പലരും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഓൾമോസ്റ്റ് എടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സ്പോട്ട് വന്നിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഊബർ ഓട്ടോയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഊബറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഊബർ മാമൻ വന്നു, നമ്മൾ ഓട്ടോയിൽ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 25 to 35 മിനിറ്റ്സ് എന്തായാലും ഉണ്ട് മാൾ ഓഫ് ഏഷ്യയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി നമ്മളങ്ങനെ മാൾ ഓഫ് ഏഷ്യയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അത് നല്ല രസം. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നും ഗൈസ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വന്നിട്ട് നമ്മൾ കയറി പോകാനുള്ള എൻട്രൻസ് ആണിത്. നമ്മളിത് കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീൽ, അതായത് നമ്മളെ നാട്ടിലല്ല വേറെ ഏതോ നാട്ടിൽ, അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു എൻട്രൻസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഗൾഫ് കൺട്രീസിൽ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു എൻട്രൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും അടിപൊളിയായിട്ടാണ് അവർ പുറത്തെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കയറി പോകുന്നത് മാളിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഈ മാൾ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാവിലെയോ ഉച്ചയ്ക്കോ പോകരുത് ഗൈസ്. ഈവനിങ്ങിന് ശേഷം പോകണം. കാരണം രാത്രി പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മാളിൻ്റെ ഭംഗി നിങ്ങൾക്ക് നല്ല പോലെ അറിയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പം നിങ്ങൾ രാത്രി തന്നെ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രൻസിൽ ഇങ്ങനെ കയറുമ്പോഴത്തേക്കും നമ്മളെ ബാഗ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് ഞാൻ എൻട്രൻസിൽ കയറിയപ്പോൾ ഉള്ള ആദ്യത്തെ കാഴ്ചയാണ് ഗൈസ് ഇത്. അത്രയും ലക്ഷറി ആയിട്ടാണ് അവരതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം, അതിൻ്റെ ഇൻറ്റീരിയേഴ്സും എല്ലാം അത്രമേൽ അടിപൊളിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാം റെഡിയായിരുന്നു. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ അധികം ഷോപ്സ് ഒന്നും എനിക്ക് കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഷോപ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അധികമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ നേരെ കുറച്ച് അവിടെ നിന്ന് കറങ്ങിയിട്ട് ഞാൻ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ താഴെ ഇനിയൊരു ഫ്ലോറുണ്ട് അണ്ടർഗ്രൗണ്ട്. ഇത് ഇവിടെ നിന്ന് ഒരു എസ്കലേറ്റർ ഉണ്ട്. ആ എസ്കലേറ്റർ വഴി ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, ആ സ്ക്രീനിൽ കാണുന്നത് 3Dയോ 4Dയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. കാരണം അധികം ഷോപ്സ് ഒന്നും ഞാൻ അവിടെ കാണാനായിട്ട് നിന്നില്ല. പിന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള തന്നെ ഒരു ലൈറ്റിംഗ് ആണ് കേട്ടോ ഇതും. അവിടുത്തെ ലൈറ്റൊക്കെ സൂപ്പർബാണ് ഗൈസ്, അത്രയും അടിപൊളിയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോയത്. ഫസ്റ്റ് ഫ്ലോറിനകത്ത് മേളിൽ ഇതുപോലെ ഒരു അടിപൊളി വെറൈറ്റി, ഒരു യുണീക്ക് വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടുത്തെ എല്ലാത്തിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഇൻറ്റീരിയേഴ്സും അതുപോലെ അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അത്രയും സൂപ്പറാണ്. പിന്നെ താഴെ കാണുന്നതൊക്കെ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള കഫേ കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിൽ ലുലുവിലുള്ളതുപോലെ ബാത്ത് ആൻഡ് ബോഡി അതിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൈപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു. ടിസോട്ട്, റാഡോ, അങ്ങനെ ഒത്തിരി ഷോപ്സ് ഉണ്ടായിരുന്നു. പ്രീമിയം ലെവൽ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റ് സ്റ്റിലോഡർ അതവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ കുറേ നാളായിട്ട് കേൾക്കാത്ത കുറേ ഷോപ്സ്, മേ ബി ഞാനായിരിക്കും കേൾക്കാത്തത്, വേറെ പലരും കേട്ടിട്ടുണ്ടാവാം. ഞാൻ ഒത്തിരി ഷോപ്സിൻ്റെ പേരുകൾ ഞാൻ പുതിയതായിട്ട് കുറേ അറിഞ്ഞത് ഇതിനകത്ത് പോയപ്പോഴാണ് ഗൈസ്. പിന്നെ നമ്മുടെ നൈക്കയുടെ ലൂപ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലൈറ്റ് കണ്ടില്ലേ, ഇവിടുത്തെ ലൈറ്റ് ആണോ എന്താണോ എനിക്കറിയില്ല, അവിടുത്തെ വർക്ക് കണ്ടില്ലേ, അത്രയും സൂപ്പർ അല്ലേ ഗൈസ്. പിന്നെ ഇത് വന്നിട്ട് കളർ ബാറ്.
മേക്കപ്പ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ പേരുകളെല്ലാം അറിയായിരിക്കും ഗൈസ്. നൈക്ക, കളർ ബാർ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ അങ്ങനെ കയറില്ല. കാരണം കളർ ബാർ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് അങ്ങനെ അധികം കയറി സമയം കളഞ്ഞില്ല. പിന്നെ H&Mൽ കയറിയിട്ടുണ്ടായിരുന്നു. H&Mനകത്ത് ഞാൻ കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഒന്നും എടുത്തില്ല ഗൈസ്, പക്ഷേ എങ്ങനെ നോക്കി കുഴപ്പമില്ല ഗൈസ്. കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും ആയിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഹൂഡീസ് അതുപോലെ ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ടീഷർട്ടിന് 699 രൂപയാണ് കേട്ടോ. പക്ഷെ നല്ല മെറ്റീരിയൽ, നല്ല സുഖമുള്ള, നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ലേഡീസിനൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടതിന് 499 റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നത് ആ ടീഷർട്ടിന്. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാളുകളിലും ഒക്കെ ഉള്ളതാണ്. അതിനകത്ത് കയറി ഞാൻ കുറച്ച് ലാക്മിയുടേതും പിന്നെ അവിടെ ഇക്സുവിൻ്റെ ബ്രാൻഡിൻ്റെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ട്രയൽ ചെയ്തു. പിന്നെ കുറച്ച് ലേഡീസ് വെയറൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ നേരെ വന്നത് ഈ പാണ്ടക്കുട്ടൻ്റെ അടുത്തോട്ടാണ് ഗൈസ്. നല്ല രസമില്ല ഇതിനെ കാണാൻ വേണ്ടി. നമ്മൾ അടുത്തിങ്ങനെ ഊഞ്ഞാലാടി വരുമ്പോൾ ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ലേ? അങ്ങനത്തെ കുറച്ച് വർക്കുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്, പക്ഷെ നമ്മൾ മേലെ നിന്ന് കാണുന്നതാണ്. അതിനുശേഷം പിന്നെ ഞാൻ എസ്കലേറ്റർ കയറി തൊട്ട് മേളത്തെ ഫ്ലോറിൽ പോയി. അവിടെ പോയിട്ട് പിന്നെ കോസ്കി എന്ന് പറയുന്ന ഒരു കുറേ ബ്രൈഡൽ ഡ്രസ്സുകൾ കിട്ടുന്ന, അതായത് നമ്മുടെ കല്യാണത്തിന് വേണ്ടുന്ന ഡ്രസ്സുകൾ കിട്ടുന്ന കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ഞാൻ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് ഷോപ്സ്, പിന്നെ മാമാരത്തിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേളത്തെ ഫ്ലോറിൽ പോയി. അവിടെ പോയാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഗൈസ്, ഫുഡ് കോർട്ട്. നമുക്ക് ഈ മാളുകളിൽ പോയാൽ, എനിക്കൊക്കെ ആണെങ്കിൽ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, ഇല്ലാത്ത വിശപ്പൊക്കെ ആ സമയത്ത് വരും. ഓക്കെ, അവിടെ ഇഷ്ടംപോലെ ഫുഡ് കോർട്ട്സ് കാര്യങ്ങളുണ്ടായിരുന്നു. KFC ഉണ്ടായിരുന്നു. പിന്നെ ബർഗറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ബർഗറിൻ്റെ ഷോപ്പിൻ്റെ പേര് മറന്നുപോയി. ബർഗർ ലോഞ്ച് അല്ല, വേറെ എന്തോ ഒരു പേരാണ്. പിന്നെ ഇതാണ് അവിടുത്തെ PVR, അവിടുത്തെ തിയേറ്ററാണിത്. ഞാൻ ഉള്ളിലൊന്നും കയറി. പിന്നെ ഇവിടെ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള പ്രീമിയം ലെവൽസ് ഫുഡ് കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട്. അതുപോലെ നോർമൽ ലെവൽസ് ഫുഡ് കിട്ടുന്ന ഷോപ്പും ഉണ്ട്. അതായത് പ്ലാക്ക അതുപോലത്തെ ഷോപ്പുകൾ, അതായത് ഷെഫ് ബൈ അജയ് ചോപ്ര അങ്ങനെ എന്തോ ആയിരുന്നു പേര്. ഫേമസ് ഷെഫ്സുകളുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡെസേർട്ട്സ്, അത് നമ്മുടെ ഐസ്ക്രീം അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ, അതുപോലെ ഡൊമിനോസ്, പിന്നെ ബർഗറിൻ്റെ 1-2 ഷോപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റി ടൈപ്സ് സംഭവങ്ങൾ കിട്ടുന്ന ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ സിസ്ലേഴ്സ്, അതുപോലെ ബേക്കറി ഐറ്റംസ് കിട്ടാൻ, മീൻസ് നമ്മളെ ഡോണറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ മിൽക്ക് ഷേക്സ്, ഫലൂഡ, നോർമൽ നമ്മൾ മാളിലൊക്കെ കാണും പോലെയുള്ള കുറേ കടകൾ അവിടെ ഉണ്ടായിരുന്നു. ബിരിയാണി ക്വീൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ പലയിടത്തും ഓഫറുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 99 മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഓക്കെ പറച്ചിൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ അറിയാം ഗൈസ്, പക്ഷെ ഇങ്ങനെ ഇടയിൽ കയറി വന്നു പോണതാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലമാണ് ഇത്, ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസ്. അത് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, നിറയെ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിപ്പാണ്. നമ്മൾ സിസ്ലറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറച്ച് എനിക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം പൈസ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ നമ്മൾ ലുലുവിൽ നമ്മൾ മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു വെജ് സിസ്ലറും അതുപോലെ ഒരു കോളയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതാണ് കഴിക്കുന്നത്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, എനിക്ക് ആ നൂഡിൽസിൽ വന്നിരിക്കുന്ന സോസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നൂഡിൽസ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ അതിൽ വന്നിരിക്കുന്ന പൊട്ടറ്റോ വന്നിട്ടുണ്ട്, പൊട്ടറ്റോ ഗ്രിൽഡ് വന്നിട്ടുണ്ട്, അതുപോലെ പൊട്ടറ്റോ ഫ്രൈ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ എനിക്ക് ആ നൂഡിൽസിൽ വന്നിരിക്കുന്ന സോസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിച്ചു. അതിനുശേഷം പിന്നെ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഗൈസ്, ഈ ഒരു ഐസ്ക്രീം, കസ്റ്റാർഡ് ആപ്പിൾ ഐസ്ക്രീം. ഞാൻ എവിടെ പോയി ചോദിച്ചാലും എല്ലാവരും സീസൺ അല്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് മാത്രമേ പറഞ്ഞു കേൾക്കാനുള്ളൂ. അങ്ങനെ ആ ഒരു ഐസ്ക്രീം ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി, ഒന്നും പറയാനില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൺ സിറ്റിയിലോട്ടാണ്. ആ ഫ്ലോറിൽ തന്നെയാണ് ഫൺ സിറ്റി വരുന്നത്. ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇഷ്ടം പോലെ റൈഡുകളുണ്ട്. പക്ഷെ വലിയവർക്കുള്ളത് അധികമൊന്നും ഞാൻ കണ്ടില്ല. ആകെ ബൗളിംഗ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ കിൻഡർ ജോയ് ഫാൻസിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഗെയിംസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൗളിംഗ്, ഈ ഒരു സെക്ഷൻ മാത്രമേ ഞാൻ അഡൽസിന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ കുറേ റൈഡും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി.
ഇതാണ് ടോണിയൻ ഗൈ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഞാൻ വന്നത്. എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ടിറ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഒത്തിരി ലേറ്റായി പോയതുകൊണ്ട് 10 മണി, അതായത് 10 മണിയൊക്കെ കഴിഞ്ഞു, 10:15 ആയതുകൊണ്ട് അവരടച്ചിട്ട് പോയി. അവിടെ നമ്മളെ ലോറ മേച്ചർ, അതുപോലെ ലാൻകം, ആ ഒരു ബ്രാൻഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ, അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ആണ്. അടിപൊളി എന്ന് വെച്ചാൽ സെറ്റായിട്ടാണ് അവർ അതിനകത്ത് മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണിത്. ഫോട്ടോയൊക്കെ ഇരുന്നെടുക്കാൻ അടിപൊളി ഒരു സ്പേസ് ആണ്. നല്ല പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സ്ഥലം ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്പോട്ട് വന്നിട്ട്. ഇതും താഴെ വരുന്ന ഒരു വർക്ക് തന്നെയാണ്. നല്ല രസമില്ലേ ഗൈസ്, നിങ്ങൾ പറ, നല്ല അടിപൊളിയായിട്ടില്ലേ. പിന്നെ നമ്മുടെ കോസ്റ്റ കോഫി അതുണ്ടായിരുന്നു. പിന്നെ താഴെ വുഡ്ലാൻഡ്, അങ്ങനെ കുറേ ഷോപ്പുകൾ താഴെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് കറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് ഇങ്ങനെ കാത്ത് നിൽക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ വണ്ടി വന്നു, ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം പോയാ ഇപ്പോൾ സമയം 11:30 അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലോട്ട് എത്തി. നിങ്ങൾ ഇതുവരെ ബാംഗ്ലൂർ വന്നിട്ട് ഏഷ്യൻ മാൾ വിസിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ ബാംഗ്ലൂർ വന്നിട്ടില്ല, ഇനി വരാൻ പ്ലാൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു മാളാണ് ഗൈസ് ഏഷ്യൻ മാള്. അത്രയും അടിപൊളിയാണ്. കാരണം അവിടെ അവർ ചെയ്തിരിക്കുന്ന വർക്കായാലും എല്ലാം അടിപൊളിയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിൽ പോയൊരു ഫീല് നമുക്ക് തരും. അത്രയും അടിപൊളിയാണ് ഉള്ളിലുള്ള വർക്ക് കാര്യങ്ങളെല്ലാം. അതുപോലെ എൻട്രൻസ് ആയാലും, കയറി പോകുന്ന എൻട്രൻസ് ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയോ. അത്രയും അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ലേറ്റായിട്ട് പോയതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് സ്റ്റോറിലും കയറി അരിച്ചു പറക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ടിറയിൽ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് പോർക്കോസ് ലൂക്സോ അങ്ങനെ എന്തോ ഒരു ഷോപ്പ് കൂടെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ കയറണം എന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ അതൊന്നും നടന്നില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലേറ്റായിട്ട് പോയി. 10 മണിയാകുമ്പോഴത്തേക്കും അവിടുത്തെ കടകൾ ക്ലോസ് ചെയ്യും. ഇഷ്ടംപോലെ കറങ്ങി കാണാനുണ്ട്, നിറയെ കറങ്ങി കാണാനുണ്ട്. അപ്പം അത് കുറച്ച് നേരത്തെ പോകണം. നേരത്തെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാം കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോവാം കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മൊത്തം എല്ലാ സ്റ്റോറും കവർ ചെയ്യാനായിട്ട് പറ്റും. അത്രയും അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും ഞാൻ ഇനി ഒരിക്കൽ കൂടെ വിസിറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. കാരണം മോളിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് നേരം കൂടെ താഴെ നിന്ന് കറങ്ങിയിട്ട് ഇറങ്ങി അധികം. കാരണം അവിടെ പിന്നെ നിന്നിട്ട് കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാം ഫുഡ് കോർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തായിരുന്നു. ഓക്കെ, അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇനി നാളെ എനിക്ക് രാവിലെ 7:30 ഇവിടെ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകണം. കാരണം 10:30 എങ്ങാണ്ടോ ആണ് ഫ്ലൈറ്റ് വരുന്നത്. ഓക്കെ, ഗുവാഹട്ടിക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് 10:30 എങ്ങാണ്ടോ ആണ്. അപ്പോൾ ഇത് രാവിലെ പോകണം. ഓക്കെ, അപ്പം നാളെയുള്ള കാര്യങ്ങൾ ഇന്ന് ഇങ്ങനെ ദിവസം ഇങ്ങനെ അങ്ങ് കടന്നുപോയി. അപ്പോൾ എന്തായാലും ഞാൻ നാളത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.